Hi friends, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഇത് രണ്ട് രീതിയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. സ്വീറ്റ് ആയിട്ടുള്ളതും അതുപോലെ കുറച്ച് എരിവുള്ളതും ഞാൻ കാണിക്കുന്നുണ്ട്. നല്ല ക്രിസ്പിയാണ്, കുഞ്ഞുങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് മക്രോണി വെച്ചിട്ടാണ്. പാസ്ത വെച്ചിട്ടും ഇതേപോലെ തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്. അതും നന്നായിട്ട് തന്നെ ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ മക്രോണി വേവിക്കാനായിട്ട് ഞാൻ കുറച്ചധികം വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് മക്രോണി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരുപാടങ്ങ് വെന്ത് പോകരുത്, എന്നാൽ നന്നായിട്ടൊന്ന് വേവുകയും വേണം. ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ നമ്മളിത് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ കിട്ടില്ല. ഇത് ഇപ്പം ഞാൻ ഒന്ന് വെള്ളമൊക്കെ കളയാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഇതൊന്ന് തണുത്ത് കിട്ടും. ടാപ്പിൽ നിന്നുള്ള വെള്ളമാണ്, അല്ലാതെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള വെള്ളമല്ല. പൈപ്പിൽ നിന്ന് എടുത്തിട്ട് ആ വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മൈദ കൂടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കിട്ടണം. അതേ രീതിയിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഓയിൽ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇത് മക്രോണി നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തതുകൊണ്ട് ഒരുപാടങ്ങ് ഫ്രൈ ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആകുമ്പോൾ ഇതങ്ങ് ഹാർഡായി പോവും. അതുകൊണ്ട് ഒരു നല്ലൊരു ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ എണ്ണയിൽ നിന്ന് മാറ്റണം. നമ്മളിങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു സൗണ്ട് കേൾക്കും. അപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിൽ നിന്ന് ഞാൻ കുറച്ചൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചൂടോടെ തന്നെ ചേർക്കുമ്പോൾ ബട്ടർ അതിലേക്കൊക്കെ അങ്ങ് നന്നായിട്ട് ഒന്ന് പിടിച്ച് കിട്ടും. അതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടണം. ഇതിലേക്ക് കുറച്ചുകൂടി പഞ്ചസാര ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇവിടെ ഞാനൊരു ബൗളിൽ കുറച്ച് ഉപ്പും ചാറ്റ് മസാലയും കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചാറ്റ് മസാല ഇല്ലെങ്കിൽ ഒഴിവാക്കിയാൽ മതി. എന്നിട്ട് ഈ ഫ്രൈ ചെയ്തിട്ടുള്ള മക്രോണിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചാറ്റ് മസാലയൊക്കെ ചേർക്കുമ്പോൾ ആ കുർക്കുറയുടെ അതേ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് രണ്ടും റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഒരു എയർ ടൈറ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു കുപ്പിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം ഇത് കേടുകൂടാതെ തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. Thank you.